ഈ റബീഉൽ അവ്വലിന്റെ പ്രത്യേകത എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നമ്മുടെ കരളിന്റെ കഷ്ടമായ മുത്തി നബി ജനിച്ചിട്ട് 1500 വർഷമാണ് തികയാൻ പോകുന്നത്. 1500ാമത്തെ നബിദിനമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ഒന്ന് ചിന്തിച്ചു നോക്ക്. 1500 കൊല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമുക്ക് സ്വീകരിക്കുവാനും ആ റബീഉൽ അവ്വൽ നബിതങ്ങളോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കുവാനുമുള്ള ഒരവസരം അള്ളാഹു നമുക്ക് തരുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ. നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ. അപ്പൊ 1500ാമത്തെ നബിദിനം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചില ബാധ്യതകളും ചില കടമകളും നമുക്കുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത്തെ ജന്മദിനം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ വല്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകനെ അനുസ്മരിക്കുകയും ആ പ്രവാചകന്റെ മദ്ഹുകൾ പറയുകയും ആ പ്രവാചകന്റെ ജീവിതം ലോകത്തോട് വിളിച്ചു പറയുക എന്ന് പറയുന്ന വലിയ ഒരു കടമ, ഒരു വലിയ ബാധ്യത നമുക്കുണ്ട്. ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് വിളിച്ചു പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ലോകത്തിന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി ഇന്നും ഒരാൾക്കും മറുപടി പറയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുവാൻ, ആ പ്രവാചകന്റെ ചരിത്രങ്ങളെ കുറിച്ചും അവിടുത്തെ മദ്ഹുകളെ കുറിച്ചും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബാധ്യത കൂടെ നമുക്കുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകം ഒരുപാട് മാറിപ്പോയി. ഇന്ന്